വിഷ്ണു ഞങ്ങൾക്ക് ഇന്നൊരു പായസം ഉണ്ടാക്കി തരണം എന്നൊരു റിക്വസ്റ്റ്. പാത്രം കഴുകിട്ട് വാ, പോ എടുത്തിട്ട് പോ. സ്റ്റൗ ഓൺ ആക്കണ്ട എങ്ങനെയാന്ന് അറിയാലോ. ഗ്യാസ് ഓൺ ആക്കണ്ടേ ഫസ്റ്റ്? ഗ്യാസ് ഓൺ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്? വഴക്കുണ്ടാക്കാറുണ്ട്. ആരോഗ്യം എവിടെയാണ് നീ തെളിയിക്കേണ്ടത്? ഞാൻ ആരോഗ്യം ഇത്രയൊന്നും പോരാ, കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളൂ. അയ്യോ ഇളക്ക ഇവനാ മിടുക്കൻ. പേര് പക്രു. എന്തൊരു പക്രു. ആര് കുക്രു വരുമ്പോ പക്രു. പക്രു ആയുധം വെച്ചുള്ള കളിയാ. കുക്കിംഗ് അറിഞ്ഞില്ലെങ്കിലും ഫ്രൈ ആയിട്ടില്ലെന്ന് തിരിച്ചങ്ങോട്ട് അങ്ങനെ ഒഴിക്കണം എന്നൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ ദേഹത്തോട്ട് വീഴൂലേ? ആ പൂ എന്തൊരു ചൂടാലേ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നോക്കുക, ജോ മോഹന്റെ സുവിശേഷം പാല് തിളക്കിട്ട് ചൂടായിരുന്നു ഇവിടെ കിടന്നിട്ട്. മുണ്ട് തയ്ച്ചു കൊടുത്ത ഒരാളാണ്. ഇതൊക്കെ അറിയണ്ടേ? ബേസിക്കലി കൊടുത്തു കഴിഞ്ഞിട്ടില്ല, നീളം കൊടുത്തില്ല. എന്റെ നല്ല റൂളാണ്. എനിക്ക് ഒരു മയമില്ല. അത് മനസ്സിലായി. നമ്മുടെ പായസത്തിന്റെ ഒരു ഭംഗി നോക്ക്. ഭംഗിയല്ല, മണം. Hi guys, welcome to Mollywood Mix with Meenakshi. So in the Mollywood Mix, I have two guests with me. Apam onto the show, let me welcome Vishnu Joshi and Shobha Vishwanath. Thank you. Hello. Hi. Apam Shobha Chechikkum Vishnunum welcome. Happy Onam Onashamsagal. Happy Onam to you too. Thank you. And whole Saina family. അതെ ഫുൾ സൈന ഫാമിലിക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഇന്ന് എന്തായാലും ഞങ്ങൾ ഓണമായിട്ട് ഒരു പായസം ഉണ്ടാക്കിക്കൊണ്ട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാം എന്ന് വിചാരിച്ചു. ബിക്കോസ് സൈനയിലെ ലേറ്റസ്റ്റ് വിശേഷം അത് നിങ്ങൾ തന്നെ പൊട്ടിച്ചോളൂ. കാരണം നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് അല്ലേ, നിങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. സമ്മാനമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് ആ സമ്മാനം വിഷ്ണു? നീ തന്നെ പറഞ്ഞോ. എന്താ പറയാ, ഒരുമിച്ച് പറയാം. നമ്മളൊരു വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു സൈനയ്ക്ക് വേണ്ടിട്ടല്ലേ. പേര് പറ. ഹാപ്പി ജേർണി. ഓക്കെ, അപ്പം എന്തായാലും സൈനയില് ഹാപ്പി ജേർണി ആയിട്ട് ഇവര് വരുന്നതായിരിക്കും. അതിലൊരു ഹാപ്പിയും കൂടി ഞാൻ ചേച്ചി ഞങ്ങൾ ഒരുമിച്ച് ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു പരിപാടിയാണ്. ആണോ? ചേച്ചി പിന്നെ നേരത്തെ തെളിയിച്ച പ്രതിഭാസമാണ്. കുറെ അവാർഡ് അതിന് കിട്ടിയിട്ടുള്ളതാണ്. മറ്റേതിൽ പറയാം പ്രതിഭയാണ്, പ്രതിഭാസമാണ് എന്നൊക്കെ. അപ്പൊ ഇന്ന് എന്തായാലും രണ്ട് പ്രതിഭകളെയും കൂടിയിട്ട് ഞാൻ പായസം ഉണ്ടാക്കി പോകണം. ചേച്ചി, ഐ തിങ്ക് നമ്മൾ രണ്ടാളും നല്ല സുന്ദരികളായി ഇവിടെ നിൽക്കുമ്പോ ഇന്ന് ഓണം കോസ്റ്റ്യൂം ഒന്ന് ഇട്ട് വരാത്തതിനാൽ നമുക്ക് കോസ്റ്റ്യൂം തന്നെയാണ്. ശ്രദ്ധിക്കും, പൂക്കളില്ലേ മെയിൻ എന്താ പൂക്കൾ പറഞ്ഞ കേൾക്കുന്നത് സ്വഭാവം അവനില്ല. പിന്നെ ഇവിടെയും അതേ ആവർത്തിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും വിഷ്ണു ഞങ്ങൾക്ക് ഇന്നൊരു പായസം ഉണ്ടാക്കി തരണം എന്നൊരു റിക്വസ്റ്റ്. അല്ല, ഇവൻ ഉണ്ടാക്കി നമ്മൾ കുടിച്ച് ഇന്ന് ഷൂട്ട് കഴിഞ്ഞ് പോയതുപോലെ ആണല്ലേ? അല്ല, വിഷ്ണു ഇതൊരു ചാലഞ്ച് ആക്കി ഏറ്റെടുക്കണം. നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഉണ്ട് ഇവിടെ. സ്റ്റൗ ഓൺ ആക്കണം. പാത്രം കഴുകിട്ട് വാ, പോ എടുത്തിട്ട് പോ. ഇല്ല, കഴുകി വെച്ചിരിക്കുന്ന പാത്രം സ്റ്റൗ ഓൺ ആക്കണ്ട എങ്ങനെയാന്ന് അറിയാലോ. ഗ്യാസ് ഓൺ ആക്കണ്ടേ ഫസ്റ്റ്? ഗ്യാസ് ഓണാ ഗ്യാസ് പിടിക്കണ്ട, എനിക്ക് ഭയങ്കര പേടിയാ. ആദ്യം നമ്മൾ ഞാൻ കുക്ക് ചെയ്യും. എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്? വഴക്കുണ്ടാക്കാറുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച ഉത്തരമായിരുന്നു കേട്ടോ. ബ്രെയിന് കുക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഉരുളി വെക്കണം. ഉരുളിയിലാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് ഹീറ്റപ്പ് ആവുന്നത് വരെ ഹീറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഹാപ്പി ജേർണിയിൽ നിങ്ങൾ ചെയ്യുന്ന വേഷം എന്താണ്? ആദ്യം ഹാപ്പി ജേർണി എന്താന്ന് പറയണ്ടേ നമുക്ക്. നമ്മള് സ്ഥിരമായിട്ട് കാണുന്ന ഒരു വെബ് സീരീസിൽ നിന്ന് ഒരു ഡാർക്ക് ഹ്യൂമർ പിടിച്ചിട്ട്. ഡാർക്ക് ഹ്യൂമർ ആണ് ഹാപ്പി ജേർണി എന്ന് പേരാണെങ്കിലും, പക്ഷെ ട്വിസ്റ്റ് ആണ്. നിങ്ങൾ നായികന്മാരായിട്ടാണോ വരുന്നത്? അതൊക്കെ സസ്പെൻസ് ആണ്, അത് കാണണം. പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു ഫിൽറ്റർ ഇട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് വിഷ്ണു ഈ ഡാർക്ക് ഹ്യൂമർ? നല്ല ചോദ്യം. ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ പറയാ, എനിക്കറിയില്ല എന്താ അഭിനയിച്ചത്. ഇപ്പൊ എന്താ
ചില ഹ്യൂമർ നമുക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് ഇപ്പൊ എനിക്ക് അതിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് പറയാനേ പറ്റുള്ളൂ സിനിമയിലെ ഡയലോഗ് പോലെ. അതല്ലാണ്ട് എടുത്ത് അതിന്റെ മീനിങ് എടുത്ത് പറയാനായിട്ട് താത്വികമായിട്ട് പറയാനായിട്ടുള്ള ഒരു അവലോകനം എനിക്ക് നോളജ് ഇല്ല. ചൂടായോ? അത് മനസ്സിലാവാത്തവർക്ക് ഈ വെബ് സീരീസ് കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും എന്താണ് ഡാർക്ക് ഹ്യൂമർ എന്നുള്ളത്. മതിയല്ലേടാ. അപ്പൊ ഇത് ചൂടായിട്ടുണ്ട്, ഇങ്ങനെ വെച്ചാൽ അറിയാൻ പറ്റും, തുടരുത്. അപ്പൊ ഇനി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നട്ട്സ് ഒക്കെ റോസ്റ്റ് ചെയ്തിടണം. സ്പൂൺ വേണ്ട ഇത് അതിങ്ങനെ കൈത്താൻ സ്ക്വീസ് ചെയ്താ വരും. മതിയല്ലേ? അപ്പൊ ഈ സ്ക്വീസ് ചെയ്യണേ ആരോഗ്യം എവിടെയാണ് നീ തെളിയിക്കേണ്ടത്? ആ ഞാൻ ആരോഗ്യം മതിയാ? അത് ധാരാളം. ഒരു മസിൽമാൻ സ്ക്വീസ് ചെയ്ത് ഗീയുടെ അവസ്ഥയാണ്. വീണോന്ന് ചോദിച്ചാ കുറച്ചൊരു പൊടിക്ക് ഇത്രയൊന്നും പോരാ, കുറച്ച് ഓവറായാലേ ടേസ്റ്റ് ഉള്ളൂ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ബേസിക്കലി ഓഡിയൻസ് ഞങ്ങൾക്ക് എന്റെ മൈക്ക് നിങ്ങൾ എടുക്കേണ്ടതാണ്. എന്റെ വോയിസ് ഞങ്ങൾക്ക് ആർക്കും കുക്ക് ചെയ്യാൻ അറിയില്ല. ബാക്കിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ചേച്ചി പറഞ്ഞു തരുന്നുണ്ട് എന്താ വേണ്ടിട്ട് നമ്മൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും എനിക്ക് മാത്രം കുക്ക് ചെയ്യാൻ പ്ലാനിങ്ങോടെ വന്നിരിക്കുകയാണ്. ഇത് ഇടണം ഇനി അതിനകത്തേക്ക്. അയ്യോ ഇങ്ങനെ ഇടുള്ളൂ. അങ്ങനെയല്ല, അത് ഇങ്ങനെ ഇടണം. നിങ്ങളിടൂ. ചേച്ചി മറ്റേ അമ്പലത്തിൽ പറ്റി പറയണ പൂക്കളോട് ഒരു ലാഘവത്തോട് കൂടിയിട്ട്. ഇനി നമ്മൾ കിസ്മിസ് ഇടണം. മീനാക്ഷി ഓക്കെ. എന്നിട്ട് ഇനി എന്താ വിഷ്ണു? മതി മതി മതി, എനിക്ക് ഒരുപാട് കിസ്മിസ് ഇഷ്ടമല്ല വിഷ്ണു. ഇനി ഇളക്കിക്കോളും. എനിക്ക് മാത്രമല്ല കുക്കിംഗ് അറിയാത്തവർക്ക് രണ്ടുപേർക്കും അറിയില്ല കേട്ടോ. പുറകിൽ നിന്നൊരു ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതല്ല, പാൽ ഒരുപാടുണ്ട്, എല്ലാവർക്കും ഇവിടെ പായസം കുടിക്കണം. അപ്പൊ ഒരുപാട് അംഗങ്ങൾ ഇപ്പം വീണ്ടും 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 വീട്ടമ്മമാർ, ആന്റിമാർ, ചേച്ചിമാർ ഞാൻ മാത്രമല്ല കുക്കിംഗ് അറിയാത്തുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. വിഷ്ണു ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞോണ്ടിരിക്കും. ഇതൊന്നും കയ്യിൽ നിന്ന് ഇടുന്നതല്ലട്ടാ, പുറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. കുറച്ച് എടാ, നമ്മളെ കുക്കിംഗ് എല്ലാരും കണ്ടതല്ലേ ബിഗ് ബോസിലൂടെ, നിങ്ങൾ എന്തോ തെളിയിക്കാനിരിക്കുന്നത്? വിഷ്ണു ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ കുക്കിംഗ് അറിയുന്നവരാണ് പ്രിഫർ ചെയ്യുന്നത്. ദിസ് ഇസ് യുവർ ചാൻസ് ടു പ്രൂവ് ഇറ്റ് കേട്ടോ. അവൻ പറയാ എന്നാ എനിക്ക് കെട്ടണ്ടെന്ന് പറയാ. എനിക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല. എന്ത് കല്യാണം കഴിക്കണമെന്നില്ല? കല്യാണം കഴിക്കണമെന്നില്ലേ? സിംഗിൾ ലൈഫ്. സിംഗിൾ എന്നല്ല. ആ പിന്നെ ചേച്ചി എന്തോ പറയാനുണ്ട്, ചേച്ചി പറ കേക്കട്ടെ. പിന്നെന്താ, എനിക്കേ ജീവിക്കണം. ഞാൻ സിംഗിൾ ആണ് ഗൈസ്. ചുമ്മാ റെഡി ടു മിങ്കിൾ എന്നൊക്കെ പറയും. പക്ഷെ ഒരു 5 പേര് ഇപ്പൊ തന്നെ വിളിച്ചു കഴിഞ്ഞു. എന്തിനാണ് ഈ ഫോൺ? ഇവർക്ക് തെറ്റിപ്പോയതാ. ആണല്ലേടാ ആ പെൺകുട്ടി വിളിച്ചത്? അതെ, സോറി എനിക്ക് തെറ്റ് പറ്റിയതാണ്. ഞാൻ ഈ ഇതിനകത്തേക്ക് ശ്രദ്ധ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീരിയസ് ആവാതാണ്. ബൾജ് ചെയ്ത് വരികയാണല്ലോ. ആ ബൾജ് ചെയ്ത് വരും. ഞാൻ ആലോചിച്ചത് ഇങ്ങനെയല്ലോ. ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത് എവിടെ നിന്ന് ഉണ്ടതാണെന്ന്. അത് ആകും ചൂടാകുമ്പോ നമ്മള് മാറ്റി വെക്കണം വേറൊരു പ്ലേറ്റിലേക്ക്. എനിക്കിപ്പോ അറിയില്ലേ. നെക്സ്റ്റ് നമ്മള് പാല് തിളപ്പിച്ചിട്ട് നെക്സ്റ്റ് പാല് നമ്മൾ ഒഴിക്കണം. ചേച്ചി കേട്ടില്ല റൂട്ട് വലിച്ചാണല്ലേ, എനിക്ക് അറിയാലോ ഗസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എന്നോട് ചോദിക്കാം മീനാക്ഷിക്ക് കുക്ക് ചെയ്യാൻ അറിയാലേ? ഞാൻ പറഞ്ഞു ഹാ. അല്ല, നിനക്ക് വെച്ചുണ്ടാക്കി തരാൻ ഇരിക്കാ ഞാനാ. അവൻ പാത്രം കഴിക്കോളൂ. ആ കുഴപ്പമില്ല. മറ്റേത് അരിഞ്ഞുതരാം, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യ് വിഷ്ണു. ഇങ്ങനെയാണെങ്കിൽ പറ്റില്ല. കൊണ്ടുവന്നത് പൈസ തന്ന് ഇത് കോരിയിടട്ടെ ഞാൻ. ഞാൻ പിടിക്കാം, അല്ലെങ്കിൽ ചേച്ചി പിടിക്കും. ചൂടല്ലേ, നീ തന്നെ പിടിച്ചാൽ മതി. നിന്റെ കയ്യിലിരിക്കും. ആ സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഞാൻ. ഇത് നമുക്കൊരു വളരെ ഇതോടെ അറിഞ്ഞൂടെന്ന് മനസ്സിലായി. ഇനി മാറി ഞാൻ ചെയ്യാം. എന്നാ ചേച്ചി ബാക്കി ഇതാ കോരിയിട്ട്. ഇതിനാണ് നിങ്ങൾ മാറിയ സ്ഥലം വേണമെന്നല്ലേ? പിന്നല്ലാണ്ട് ആയുധം വെച്ചുള്ള കളിയാ. അതിന് ഓരോന്നിനും ഓരോ ടൂളുണ്ട്. കഷ്ടം മനസ്സിലായി. ബുദ്ധിയാണ് വേണ്ടത് കുക്കിംഗ് അറിഞ്ഞില്ലെങ്കിലും.
ഇത്രയും മതി ഇടാ, ബാക്കി അത് പെറുക്കി തിന്നരുത് കേട്ടോ. അപ്പൊ പായസത്തിൽ ലാസ്റ്റ് ഇടാനുള്ളത് പെറുക്കി തിന്നാൻ ഞാൻ ഓൾറെഡി ഇവിടെ മാറ്റി ഇനി നമ്മള് ഇതിലേക്ക് ഇനി നമ്മൾ ഇതിനകത്തേക്ക് പാൽ ഒഴിക്കണം. അതെ, കുറച്ചും കൂടെ നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. അല്ല ഇതിനകത്തേക്ക് കിടക്കുന്ന നെയ്യല്ലേ. പാൽ ഒഴിക്കാം ഗൈസ്, പാൽ ഒഴിക്കാം. തിരിച്ചങ്ങോട്ട് അങ്ങനെ ഒഴിക്കണം എന്നൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ ദേഹത്തോട്ട് വീഴൂലേ. ആ കുക്കിംഗ് പറഞ്ഞൂടാ, കുറച്ച് മൂള യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞത് പിൻവലിക്കുന്നു. എനിക്ക് അപ്പളേ തോന്നി നീ വലിക്കുന്ന പരിപാടി കഴിയണം. നല്ല തണുത്ത പാലാണ്, അങ്ങനെ തണുത്ത പാൽ ഒഴിക്കരുത് ഗൈസ്. കുറച്ച് തണുപ്പ് മാറിയിട്ടേ ഒഴിക്കാവൂ. ചേച്ചി അത് മൊത്തം ഒഴിക്കണോ? ലാസ്റ്റ് പിന്നെ ബാക്കി വേണ്ടേ? നമ്മൾ മൊത്തം ഒഴിക്കണം, ബിക്കോസ് ഇവിടെ കുറെ പേരുണ്ട് വായില് മറ്റേ തേൻ ഒലിപ്പിച്ചിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് വയറിളക്കം വരും, ഇൻക്ലൂഡിംഗ് ദ ക്യാമറമാൻ. ഓക്കെ, അപ്പൊ ഇതിനി ഇതിനകത്തേക്ക് നമ്മളിനി സേമിയ മിക്സ്. ഓ എന്തൊരു ചൂടാലേ. സമ്മതിക്കണം. തീ കുറയ്ക്കണം, കൂട്ടണം നമ്മള്. അങ്ങനെ നമ്മുടെ പാല് ചൂടായിട്ടുണ്ട് ഗൈസ്. ഇനി അതിനകത്തേക്ക് ചേച്ചി തിളച്ചിങ്ങനെ പുറത്തേക്ക് പോരുത്. അതെ, അതിനു മുമ്പ് നമ്മള് സേമിയ ഇടണം. അപ്പൊ നമ്മള് സേമിയ പായസം ആണ് ഉണ്ടാക്കുന്നത്. യു ബോത്ത് ലൈക്ക് സേമിയ പായസം? അമ്പലപ്പുഴ പായസം, പക്ഷെ പാൽപ്പായസം. പക്ഷെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം സേമിയ പായസം. എന്നാ വിഷ്ണു ഉണ്ടോ? അതിന്റെ കൂടെ സാധനം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്തുവാ? പഞ്ചസാര. അത് ഓവറാണോ വിഷ്ണു? ഞാനങ്ങനെ അധികം സ്വീറ്റ്സ് കഴിക്കാറില്ല. എന്താ കാര്യം എനിക്ക് മനസ്സിലാവില്ല. എനിക്കോ? അപ്പം എനിവേ ഇത് അവിടെ കുക്ക് ആവട്ടെ. മീൻ വൈൽ നമുക്ക് ഹാപ്പി ജേർണിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ പറയൂ, ഒത്തിരി വിശേഷങ്ങളിലേക്ക് കിടക്കാം. എന്താണ് നിങ്ങളുടെ വേഷം, ലൈക് ക്യാരക്ടർ നെയിം? അപ്പൊ എനിക്ക് നിങ്ങളുടെ ക്യാരക്ടർ നെയിം കേട്ടാ മതി. ശോഭ ചേച്ചി പറയൂ, വാട്ട് ഈസ് യുവർ പേര്? രേഖ എന്നാണ് പേര്. രേഖ. ഓക്കെ. എന്റെ പേര് ഫക്രു. എന്തൊരു ഫക്രു? അതെന്താ അങ്ങനെ ഒരു പേര്? അതൊക്കെ നമ്മള് വെബ് സീരീസ് കാണണം, അപ്പോഴേ നിങ്ങൾക്ക് വിഷ്ണു അത് ഫക്രു എന്നായിരിക്കില്ല, ഫുക്രു എന്നായിരിക്കും. എന്നാണ് പേര്. ഓക്കെ, ക്യാരക്ടറെ പറ്റി. ഓ അതെ, നമുക്ക് കഴിക്കാനായിട്ട് ഞാൻ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് അറിയാതെ വേണം കഴിക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു പേര് ആ ക്യാരക്ടറിന് കൊടുക്കാൻ കാര്യം? നിങ്ങളല്ലേ അഭിനയിച്ചത്? ഓ ടെൽ മീ അബൌട്ട് രേഖ. ഇപ്പൊ കേട്ടോ പറയുന്ന രേഖ എന്ന് പറയുമ്പോൾ രംഗങ്ങാട്ടി ഈ ഒരു സീരീസിനകത്ത് ടെൽസ് അബൌട്ട് 3 women. സ്റ്റോറി ഓഫ് 3 women ആണ് മെയിൻ ആയിട്ട്. പിന്നെ എന്താ പറയുക, ഇപ്പൊ സ്പെഷ്യലി ഇപ്പം കാണേണ്ട ഒരു അവർക്ക് പായസം കൊടുക്കാല്ലേ നമുക്ക്? അത് കുറച്ച് ടൈം എടുക്കും. അവര് കുറച്ച് ഒരുങ്ങി, ഓണമല്ലേ, കുറച്ചൊന്ന് സെറ്റ് ആയിട്ട് ഒരുങ്ങിയെടുക്കാൻ സമയം വരുമെന്ന് കാര്യം പറഞ്ഞ ശോഭ ചേച്ചി. 3 മണിക്കൂറാണ് പോസ്റ്റ് വന്നത്. നിങ്ങൾ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരത്തി കരയോട്ടെ. ചോദിച്ചു ഞാനിത് ഇടണോ വേണ്ടോ? അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ പറയൂ ചേച്ചി അബൌട്ട് രേഖ. രേഖ സോ ബേസിക്കലി ഇപ്പൊ നമ്മള് എന്താ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണ് ഈ ഒരു വെബ് സീരീസ്. അതെന്താ യാദൃശികമായിട്ട് വേണമെങ്കിൽ വന്നു എന്ന് പറയാം. നമ്മളിത് നേരത്തെയാണ് ഷൂട്ട് ചെയ്തെങ്കിലും പക്ഷെ ഇപ്പൊ നടക്കുന്ന ഒരു സാഹചര്യം ആണല്ലോ. അപ്പം എന്തായാലും അതിനെ കുറിച്ചാണ്. You watched the series, no? Okay. So ഞാൻ അഭിനയിച്ചാൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നിന്നെ കട്ട് ചെയ്ത് കളഞ്ഞു പല സ്ഥലത്തും. ഇവന്റെ ഓവർ ആക്ടിങ്. നിമിഷ കവി എന്ന് പറഞ്ഞാൽ നിമിഷമായിട്ട് കഥ എടുത്താണെന്ന് തോന്നുന്നു. സോ ഈ 3 സ്ത്രീകളുടെ ഒരു സ്റ്റോറിയാണ്. അതിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു ഒരാള് വരുമ്പോൾ എന്നുള്ള ഒരു കാര്യമാണ്. ആര് ഫുക്രു വരുമ്പോ ഫക്രു വരുമ്പോ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. അപ്പം വിഷ്ണുവിന് ഞാൻ ബിഗ് ബോസ് ഭയങ്കര റെഗുലറായി കാണുന്ന ഒരു പേഴ്സൺ. നിങ്ങളെ സീസൺ ഒക്കെ മുടങ്ങാണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളിങ്ങനെ ഒരു സെൽഫ് ഇൻട്രോ ഒക്കെ പറയുന്ന സമയത്ത് ആക്ടർ ആവണം, മോഡൽ ആവണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യു ആർ ഓൾറെഡി എ മോഡൽ. തെറ്റിദ്ധരണ, ഞാൻ മോഡലൊന്നും അവൻ മോഡലൊന്നും അല്ലായിരുന്നു. പിന്നെ ഫിറ്റ്നസ് ട്രെയിനർ മാത്രമായിരുന്നു. ജസ്റ്റ് എന്ന് പറയരുത്.
It's a big thing. കഴിയുന്നിട്ട് ഇത് എന്റെ കുറ്റക്കാരനാകാൻ നോക്കണുണ്ട്. ഇത് തന്നെയാണ് ബിഗ് ബോസിന്റെ ഉള്ളില് എല്ലാ തെറ്റിദ്ധാരണ. Professional highlight അങ്ങനെയല്ല പറയട്ടെ, ഇപ്പൊ മോഡൽ എന്നുള്ള കാറ്റഗറിയിലൊന്നുമല്ല, ഞാൻ ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ള കാറ്റഗറിയിലാണ് അതിനകത്ത്. പക്ഷെ കുറെ ഫോട്ടോഷൂട്ടും സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നല്ലാണ്ട് ഞാൻ മോഡലൊന്നും അല്ല. ഈ ഒരു സൗന്ദര്യം ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ മോഡൽ അല്ല. ഓക്കെ, ആക്ടർ ആവണമെന്നല്ല, ഞാനൊരു സിനിമാ നടനാവണം, സെലിബ്രിറ്റി ആവണമെന്ന് ഒരു 9ാം ക്ലാസ് തൊട്ടുള്ള ഭയങ്കര ആഗ്രഹവും സ്വപ്നമൊക്കെ ആയിരുന്നു. ഇതിനെന്താ ഇത്ര കൈയടിക്കാനുള്ള ഇത് ഞാൻ തരാം, ഞാൻ അവസരം ഞാൻ തരും അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് അവൻ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ എഫേർട്ട് പറഞ്ഞ് തീർക്കട്ടെ. അതിന് മുമ്പ് കൈയടിച്ചിട്ട് മതി എന്നുള്ള രീതിയിൽ ആയിക്കളയാണല്ലോ. അങ്ങനെ ഒന്ന് ബിഗ് ബോസ് കിട്ടി. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് എന്നെ നോക്കണല്ലേ, എനിക്ക് നടനാവണമെന്ന് ഭയങ്കര ആഗ്രഹം, സിനിമ നടനാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു. കാരണം അഭിനയിക്കാൻ ഒരു ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അഭിനയിക്കാൻ അറിയൂ അല്ലെങ്കിൽ പറ്റൂ എന്നുള്ളൊരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ചെയ്യുന്നത്. ഹാപ്പി ജേണിക്കാണ് ആദ്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യണത്. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടി എനിക്ക് ഇല്ലായിരുന്നു കോൺഫിഡൻസ് അഭിനയത്തിന്റെ കാര്യത്തിൽ. അത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും കയറി വന്നു. മേ ബി അത് ചിലപ്പോൾ ഞങ്ങളുടെ ക്രൂവും ഡയറക്ടറിന്റെയും നമ്മുടെ ക്രൂവിന്റെയും കോ ആർട്ടിസ്റ്റുകളുടെയൊക്കെ സഹായം കൊണ്ടാണ്. പ്ലസ് അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓക്കെ എനിക്കും അഭിനയിക്കാൻ പറ്റും. ഓക്കെ, ഞാനൊരു ഇതിന്റെ ഇടയിൽ ഒരു ഓഡിഷന് പോയായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട്. ഓഡിഷൻ മൂവിയുടെ തന്നെ, അത് കോമഡിയാണ്. അപ്പോഴത്തേക്കും അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഡിഷന് പോണത്. ബിഗ് ബോസിന്റെ ക്യാമറ അല്ലാണ്ട് വേറെ ക്യാമറയിൽ മയക്കുന്നൊന്നും ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ ടെൻഷനായി, പേടിയായി. സത്യം അരിവിറക്കി എന്നുള്ള രീതിയിൽ പറയാം. അപ്പോഴത്തേക്ക് എനിക്ക് എന്റെ മാനസികാവസ്ഥ ഓക്കെ, എനിക്ക് പറ്റിയ ഫീൽഡ് അല്ല ഇത്, എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി എന്നായിരുന്നു ഓഡിഷന്റെ ഇടയിൽ. കാരണം എനിക്ക് ഒന്നും പറ്റണില്ല. അപ്പൊ ഞാൻ കുറെ ഇരുന്ന് ഡൗൺ ആയി. ഓക്കെ, എനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയില്ല, അപ്പൊ ഇത്രയും നാൾ സ്വപ്നം കണ്ടതൊക്കെ വെറുതെ ആയല്ലോ എന്നുള്ള രീതിയിലൊക്കെ തോട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഹാപ്പി ജേണി ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഇതിന്റെ ടെക്നിക്കൽ വൈസ് ഒക്കെ മനസ്സിലായി തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി, ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. അങ്ങനെ ഇപ്പൊ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ചേച്ചിക്ക് രേഖ പറയുന്ന ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ ചേച്ചി മെയിൻലി ഒരു ഓൺട്രപ്രണർ, ഒരു സെൽഫ് ഇൻഡിപെൻഡന്റ് ഒരു വുമൻ ആണല്ലോ. അപ്പം എങ്ങനെയുണ്ട്? പ്രിവിലേജും കൂടിയായിരുന്നു ശോഭ വിശ്വനാഥിന്റെ കൂടെ ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശോഭ വിശ്വനാഥ്. സീരിയസ് ആയിട്ട് വന്നതാ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നോക്കുക. ജോമോന്റെ സുവിശേഷം അതിലുണ്ട് കേട്ടോ ശോഭ ചേച്ചി. ശോഭ ചേച്ചിയുടെ ആ സീൻ ഭയങ്കര ഫേമസ് അല്ലേ? ശോഭ ചേച്ചി ആ പടമാണ്, കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സീന് കാണൂല. അതാ മുകേഷ് ചേട്ടനൊപ്പം ഉള്ള സീൻ അല്ലേ? ട്രോള് വന്നിട്ടുള്ളത് ആ ഒരു സീൻ. അല്ല, ഹൗ വാസ് ദ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ഹിം? ദുൽഖറോ? അടിപൊളി, വെരി ഡൗൺ ടു സോ ബേസിക്കലി എനിക്ക് ഈ പ്രോജക്റ്റ് വരുമ്പോ എന്താ പറയണേ, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കുറച്ച് ഓക്കെ ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നു. പക്ഷേ എന്താ പറയാ, അല്ലല്ല, പക്ഷെ മൂവി ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഈ ഒരു വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നത് ഒരു ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. സോ ഐ ഷുഡ് താങ്ക് വിശാഖ് ഫോർ ഗിവിംഗ് മീ ദറ്റ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അറിയാലോ, ഞാൻ ബേസിക്കലി ഒരു ഓൺട്രപ്രണർ, സോഷ്യൽ ഓൺട്രപ്രണർ ആണ്, ചൈൽഡ് ആക്ടിവിസ്റ്റ് ആണ്, ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ നിന്ന് മറ്റത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫേഴ്സ് ആണ്. പറ ബാക്കി പറയാൻ സമ്മതിക്കും, പകരം പറ്റില്ല, ചിറ്റ് അതാണിത് കേട്ടോ. ഒരാളാണ്, ഇതൊക്കെ അറിയണ്ടേ, ഇതൊക്കെ കാണുന്ന അറിയാത്തവർക്ക് അറിയേണ്ടത്. അതെ, അത്രേ ഉള്ളൂ. ചേച്ചി, ഹൗ ഡിഡ് യു ആക്ച്വലി, ഞാൻ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം വിചാരിച്ചാൽ, എന്താണ് ക്രിസ്ത്യാനോ ചേച്ചിയുടെ മുണ്ടെടുത്ത് കണ്ടപ്പോ ഉണ്ടായ ഒരു സംഭവം? കഴിഞ്ഞില്ലല്ലോ അത്. ബേസിക്കലി ഞാൻ എന്താ പറ്റിയെന്ന് വെച്ചാല്, ഞാൻ ആക്ച്വലി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ മൊത്തത്തിൽ ഡൈവേർട്ട് ആയി പോയി. അത് പറഞ്ഞു നിർത്തിട്ട് ഇതിലോട്ട് വരാം നമുക്ക്. സോ ബിഗ് ബോസിന്റെ അപ്പൊ ഈ ഒരു പ്രൊഫഷൻ, ഈ ഒരു കാര്യത്തിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ആക്ടിങ് എന്നുള്ള കാര്യം ഇടയ്ക്ക് ഇങ്ങനെ ഓഫേഴ്സ് എന്തെങ്കിലുമൊക്കെ, അതും പരിചയക്കാരെ
എങ്ങാനും ഇങ്ങനെ ഓഫർ തരുമ്പോൾ നല്ല ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഞാനൊരു മ്യൂസിക് ആൽബം ആലായൽ തറ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു മസാല കോഫി ബാൻഡിന്റെ അത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ ഒരു കോസ്റ്റ്യൂമാ. അപ്പൊ അങ്ങനെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും പഠിക്കും. ചേച്ചി ഇപ്പൊ രണ്ടാമതോട്ടാ പറഞ്ഞത് അവൻ ചാർജ് ചെയ്ത് തുടങ്ങിയിട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് ഐ ഡിഡ്ന്റ് ഗീവ് എനി ഇമ്പോർട്ടൻസ് ടു ആക്ടിങ് ഓർ ആ ഒരു ക്രാഫ്റ്റിനോട്. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഐ ഷുഡ് ട്രൈ, അല്ലെങ്കിൽ എനിക്ക് അതിനകത്തും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ശേഷമാണ്. അതിനകത്ത് ചില കാർത്തുമ്പിയുടെ ഒക്കെ ക്യാരക്ടർ അതുപോലെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തപ്പോ ഈവൻ പുറത്തിറങ്ങിയപ്പോ ഒരുപാട് പേര് പറയാൻ തുടങ്ങി എല്ലാം മീഡിയ ഇത് വരുമ്പോഴത്തേക്കും അടുത്ത പടം എപ്പോഴാണ് ഇറങ്ങുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈവൻ ഐ തോട്ട് ഐ ഷുഡ്. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് അതിലൊരു ഉറപ്പ് വേണമല്ലോ. അതിനുവേണ്ടി ഞാൻ പോണ്ടിച്ചേരിയില് താര ചേച്ചിയുടെ അണ്ടറില് ഒരു 1 വീക്ക് വർക്ക്ഷോപ്പിന് ഇതാണ് ശോഭ ചേച്ചി എന്തിനു വന്നാലും ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടേ എടാ അത് എനിക്ക് ആദ്യം എന്തിനാ ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാന്ന് ചെയ്തു ഒരുപാട് ഞാൻ അവനോട് എപ്പോഴും പറയും ഈ വർക്ക്ഷോപ്പിന് പോകണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവന് ഓർമ്മക്കുറവാണ്, ഇവന് അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പറഞ്ഞല്ലോ ഞാൻ ചോദിക്കട്ടെ, ആദ്യം ഞാൻ പോയി അത് നല്ലതാണെങ്കിലല്ലേ ഞാൻ പറയണ്ടു നല്ലതായിരുന്നു, ഞാൻ ഇവനോട് പോവാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യം. ഓക്കെ, എനിവേസ് അപ്പൊ താര ചേച്ചി തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. സാബു ചേട്ടൻ ഞാൻ പറയട്ടെ, സാബു ചേട്ടൻ പറഞ്ഞിട്ടാണ് താര ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ആൻഡ് ഐ വെന്റ്. അവിടെ ഒരു 5 days വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോരുത്തരുടെ വർക്ക്ഷോപ്പ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ബിക്കോസ് ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. എനിക്ക് എന്റെ ടൈം ഇതിലേക്ക് എന്റെ ടൈം അല്ല മറ്റുള്ളവരുടെ ടൈം വേസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ഇതായിരുന്നു. സ്പെഷ്യലി ഡയറക്ടർ ഇത്രയും ആൾക്കാരുടെ ടൈമും എഫേർട്ടും ഒക്കെ ഇതിനകത്ത് പോകുന്നതാണ്. അപ്പം എനിക്ക് ആ ക്രാഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് താര ചേച്ചിയും പറഞ്ഞു, വന്ന ഓരോ ഗുരുക്കന്മാരും പറഞ്ഞു ദാറ്റ് യു ഹാവ് ഇറ്റ് ഇൻ യു, സോ യു ഷുഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞു. തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് താരജി. അപ്പം പോണ്ടിച്ചേരിയിലാണ്. അപ്പം ചേച്ചി പറഞ്ഞു ലൈക്ക് എനിക്കൊരു ഗ്രീൻ സിഗ്നൽ തന്നിട്ടാണ്. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അപ്പം വിശാഖ് ആക്ച്വലി വേറൊരു ഒരു സ്ക്രിപ്റ്റുമായിട്ട് വന്നപ്പം ആദ്യം എനിക്ക് ആ സ്ക്രിപ്റ്റ് വർക്ക്ഔട്ട് ആയില്ല. അത് ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് നല്ലതാണ് സ്റ്റോറി ഓഫ് 3 women, ഡെഫിനറ്റ്ലി അത് നല്ലൊരു ഇത് തന്നെയാണ്, പക്ഷെ കുറച്ച് നമ്മൾക്ക് മാറ്റം വരുത്തിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ദ ടീം അഗൈൻ വർക്ക്ഡ് ഓൺ ഇറ്റ്. ആൻഡ് ഫൈനലി ഇത് വന്നപ്പം അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് എനിക്ക് ഈ ഒരു വെബ് സീരീസ് ഒരു 4 എപ്പിസോഡാണ്. നമ്മളൊരു ആദ്യം കാണിച്ചപ്പോൾ തന്നെ ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നായിരുന്നു. ബിക്കോസ് ഇതൊരു മൂവിക്ക് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് അതിനകത്ത്. അവൻ 4 ദിവസമാണ് പറഞ്ഞത്. ഈ 4 ദിവസത്തിനകത്ത് ഇത് എങ്ങനെ തീർക്കും എന്നായിരുന്നു. 4 days ആണ് അവൻ പറഞ്ഞത് ഇത് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞ ഒരു സിനിമ എടുക്കാനുള്ള സ്ക്രിപ്റ്റ് അതിനകത്ത് സംഭവം ഉണ്ട്, കോണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ നമ്മൾ ആ ഒരു 6 ദിവസത്തിനകത്ത് ഇത് എനിക്കറിയില്ല അല്ലടാ എങ്ങനെ അത് തീർത്തു എന്നുള്ളത്. അവര് അത്രയ്ക്ക് ബിക്കോസ് അത് സ്ക്രിപ്റ്റിന്റെയും എഡിറ്ററിന്റെയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതുപോലെ ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ ക്യാമറാമാൻ അതുക്കും മേലെ ഹോൾ ക്രൂ വാസ് ലൈക്ക് ഒരു ഫാമിലി പോലെ. എന്തൊരു സ്പിരിറ്റ് ആയിരുന്നു എന്നറിയോ. ശരിക്കും ഞാൻ ഇതിനോട് പറയാം, നമുക്ക് ഈ ഒരു ടീം ആയതുകൊണ്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങി നമുക്ക് കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങി കുറച്ചുകൂടെ ഒന്നുമല്ല ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരുമായിട്ട് ഭയങ്കര ജെല്ലായി ഭയങ്കര അടിപൊളി സിംഗായി. എനിക്കുണ്ടായിരുന്നുള്ളൂ, വേറെ പ്രശ്നം ശോഭ ചേച്ചിയുടെ നേരത്തെ അറിയാം. നീ ഇത് തന്നെ തരണം, ഇവനെ ഇതിലോട്ട് വലിച്ചിട്ടതിന് എനിക്ക് ഇത് തന്നെ കിട്ടണം. ഈ ക്യാരക്ടർ ഒരു ജിമ്മൻ എന്നാണ് പറഞ്ഞപ്പോ തന്നെ എന്റെ തലയിൽ ഫസ്റ്റ് ബൾബ് കത്തിയത് ഇവന്റേതാണ്. ബിക്കോസ് ഇവൻ ഈ തെണ്ടിത്തിരിഞ്ഞ് ക്യാരക്ടർ വേണം സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. ചുമ്മാ ഞാൻ പറഞ്ഞ ഇല്ല അങ്ങനെ നടക്കണം. ഞാൻ ലിറ്ററലി കാണുന്ന എല്ലാവരോടും ചാൻസ് ചോദിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. എന്റെ ആവശ്യമാണല്ലോ. ഞാൻ പറയാം ബിക്കോസ് ഞാൻ ഇവന്റെ പേര് സജസ്റ്റ് ചെയ്തപ്പം വിശാഖ് പറഞ്ഞത് ചേച്ചി ഈ ക്യാരക്ടറിന് പറ്റുമെന്ന് തോന്നില്ല.
ഇവന്റെ എഫേർട്ടാണ് സത്യം പറഞ്ഞാൽ. ഇത്രയും അതായത് അവൻ ഡെയിലി വിളിക്കുമായിരുന്നു, അവനടുത്ത് ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. അവൻ അത് കേട്ടപ്പോ തന്നെ അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളും ഇവൻ ഇട്ട് തുടങ്ങി, മനസ്സിലായോ? പോയി വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇവൻ അതിന് വേണ്ടിയിട്ട് എന്തിനും, ഇപ്പം താടിയെടുക്കണോ മുടി വെട്ടണോ, അവൻ എന്തിനു വേണമെങ്കിലും റെഡി ആയിട്ട്. ഇതിരി മുടി വെട്ടിയിട്ടുണ്ട് വിഷ്ണു അല്ലേ? ഇപ്പൊ മുടി വെട്ടി അല്ല, ഈ സീരീസിന് വേണ്ടിയിട്ട് 3 അത് പറയാമെന്ന് തോന്നല്ലേ, 3 ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട്. 3 ഫേസിലെ സ്റ്റോറി ഉണ്ട്. അപ്പൊ അതിലൂടെ കുറച്ച് മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും സീരീസ് ഇറങ്ങുമ്പോഴത്തേക്കും കാണാം അല്ലേ? അപ്പൊ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ താടി ക്ലീൻ ഷേവ് ചെയ്യണതും മീശ മാത്രോട്ട് വെക്കണതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മളിതുപോലെ സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ വിശാഖ് ബ്രോയുമായിട്ട് ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ 3 കാലഘട്ടങ്ങൾ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഗെറ്റപ്പ് പിടിച്ച് നോക്കിയാലോ. കാരണം എനിക്ക് എന്നെ കണ്ടു മടുത്തു ഈ കോലത്തിൽ. അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ലുക്ക് കൊടുക്കണമല്ലോ. ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ അല്ല കേട്ടാ, സീരീസിൽ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിപ്പോ കുറച്ച് ഓവറായിട്ട് ആക്കുന്നതാണ്. എന്തായാലും പായസം റെഡി ആയിട്ടുണ്ട്. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയില്ല, എന്റെ പ്രൊഡ്യൂസർ സൈഡിൽ അതിപ്പോഴാണ് മനസ്സിലായത്. പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, സോ ശരിക്കും പറഞ്ഞ ഫക്രുവിന്റെ ക്യാരക്ടർ ഇത്രയും നീണ്ടിട്ടോ ഇത്രയും ഇല്ലായിരുന്നു. ഇവൻ ഇതിനകത്ത് വരുന്നു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ആ ക്യാരക്ടർ ഇത്രയും ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടെ അതിനെ ബിൽഡ് ചെയ്ത് ഷുഗർ ഫൈനലി ഇങ്ങനെ ആക്കി. ചേച്ചി ഷുഗർ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക, പണി തുടരണോ അല്ലെങ്കിൽ നിർത്തി പോകണോ എന്നുള്ളത്. പറയരുത് കേട്ടാ. എന്നെ പോലെ ഒരു വളർന്നു വന്ന കലാകാരനെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക, ഇതൊന്നും മൈൻഡ് എടുക്കരുത്. ഇവിടെ ബ്ലർ ആക്കണം ഇത് പറയുന്നത്, ബൂസ്റ്റ് ചെയ്യുക. എന്റെ നല്ല റോളാണ്. അയ്യോ, അതിനകത്ത് കൊറേ ഉണ്ട് കേട്ടോ. ഇവന്റെ കൊറേ ട്രോളാനായിട്ട് ഒരു ലോഡ് സാധനങ്ങൾ ഇവൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനോട്ട് മോശമല്ലല്ലോ, ഞാൻ പിന്നെ പണ്ട് അതിന് വേണ്ടിട്ട് ജനിച്ചതാണല്ലോ. അതൊക്കെ ഒരു പ്രാവശ്യം വരുള്ളൂ.